ന്യായാധിപന്മാർ 19-ാം അധ്യായം. ബാരക്കുമോർ. ഇസ്രായേലിൽ രാജാവില്ലാത്ത ആ കാലത്തു എഫ്രൈം മലനാട്ടിൽ ഉൾപ്രദേശത്ത് വന്ന് വാർത്തിരുന്ന ഒരു ലേവ്യനുണ്ടായിരുന്നു. അവൻ യഹൂദ ബെത്ലഹേമിൽ നിന്നു ഒരു വെപ്പാട്ടിയെ പരിഗ്രഹിച്ചു. അവൻ്റെ വെപ്പാട്ടി അവനോട് ദ്രോഹിച്ചു വ്യഭിചാരം ചെയ്തു. അവനെ വിട്ടു യഹൂദയിലെ ബേത്ലഹേമിൽ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോയി 4 മാസത്തോളം അവിടെ പാർത്തു. അവളുടെ ഭർത്താവ് പുറപ്പെട്ടു അവളോട് നല്ല വാക്കു പറഞ്ഞു കൂട്ടിക്കൊണ്ടുവരുവാൻ അവളെ അന്വേഷിച്ചു പോയിരുന്നു. അവനോടുകൂടെ ഒരു ബാല്യക്കാരനും 2 കഴുതയും ഉണ്ടായിരുന്നു. അവൾ അവനെ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. യുവതിയുടെ അപ്പൻ അവനെ കണ്ടപ്പോൾ അവൻ്റെ വരവെങ്കിൽ സന്തോഷിച്ചു. യുവതിയുടെ അപ്പനായ അവൻ്റെ അമ്മായിയപ്പൻ അവനെ പാർപ്പിച്ചു. അങ്ങനെ അവൻ 3 ദിവസം അവനോട് കൂടെ പാർത്തു. അവ തിന്നു കുടിച്ചു അവിടെ രാപ്പാർത്തു. 4-ാം ദിവസം അവൻ അതികാലത്ത് എഴുന്നേറ്റ് യാത്ര പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ യുവതിയുടെ അപ്പൻ മരുമകനോട് അല്പം വല്ലതും കഴിച്ചിട്ടു പോകാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പേരും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്തു. യുവതിയുടെ അപ്പൻ അവനോട് ദയവു ചെയ്തു രാപ്പാർത്ത് സുഖിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അവൻ പോകേണ്ടതിന് എഴുന്നേറ്റപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ അവനെ നിർബന്ധിച്ചു. ആ രാത്രിയും അവൻ അവിടെ പാർത്തു. 5-ാം ദിവസം അവൻ പോകേണ്ടതിന് അതികാലത്ത് എഴുന്നേറ്റപ്പോൾ യുവതിയുടെ അപ്പൻ അല്പം വല്ലതും കഴിച്ചിട്ടു വെയിലാറും വരെ താമസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അവർ 2 പേരും ഭക്ഷണം കഴിച്ചു. പിന്നെ അവനും അവൻ്റെ വെപ്പാട്ടിയും ബാല്യക്കാരനും എഴുന്നേറ്റപ്പോൾ യുവതിയുടെ അപ്പനായ അവൻ്റെ അമ്മായിയപ്പൻ അവനോട്, ഇതാ നേരം അസ്തമിക്കാറായി, ഈ രാത്രിയും താമസിക്കാം. നേരം വൈകിയല്ലോ, രാപ്പാർത്ത് സൂക്ഷിക്കാം. നാളെ അതികാലത്ത് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. എന്നാൽ അന്ന് രാപ്പാർക്കാൻ മനസ്സില്ലാതെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു. യെരൂശലേം എന്ന ബസ് യബൂലീസിനു സമീപമെത്തി. കൂപ്പിട്ട 2 കഴുതയും അവൻ്റെ വെപ്പാട്ടിയും അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ യബൂസിനു സമീപം എത്തിയപ്പോൾ നേരം നന്നാ വൈകിയിരുന്നു. ബാല്യക്കാരൻ യജമാനോട്, നാം ഈ യബൂസ്യ നഗരത്തിൽ കയറി രാപ്പാർക്കുന്നതോ എന്ന് പറഞ്ഞു. യജമാനൻ അവനോട്, ഇസ്രായേൽ മക്കളില്ലാത്ത ഈ അന്യനഗരത്തിൽ നാം കയറരുത്, നമുക്ക് ഗിബിയയിലേക്കു പോകാം എന്ന് പറഞ്ഞു. അവൻ പിന്നെയും തൻ്റെ ബാല്യക്കാരനോട്, നമുക്ക് ഈ ഊരുകളിൽ നിന്നൊന്നിൽ ഗിബിയയിലോ രാമയിലോ രാപ്പാർക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ മുന്നോട്ട് പോയി ബെന്യാമീൻ ദേശത്തിലെ ഗിബിയയില് സമീപം എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. അവർ ഗിബിയയിൽ രാപ്പാർപ്പാൻ കയറി. അവൻ ചെന്നു നഗരവീതിയിൽ ഇരുന്നു. രാപ്പാർക്കേണ്ടതിനു അവരെ വീട്ടിൽ കൈക്കൊള്ളുവാൻ ആരെയും കണ്ടില്ല. അനന്തരം ഇതാ ഒരു വൃദ്ധൻ വൈകുന്നേരം വേല കഴിഞ്ഞിട്ടും വയലിൽ നിന്ന് വരുന്നു. അവൻ എഫ്രൈം മലനാട്ടുകാരനും ഗിബിയയിൽ വന്നു പാർക്കുന്നവനുമായിരുന്നു. ആ ദേശക്കാരോ ബെന്യാമീനായിരുന്നു. വൃദ്ധൻ തലയുയർത്തി നോക്കിയപ്പോൾ നഗരവീതിയിൽ വഴിയാത്രക്കാരനെ കണ്ടു. നീ ഇവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചു. അതിനു അവൻ, ഞങ്ങൾ യഹൂദയിലെ ബെത്ലഹേമിൽ നിന്ന് എഫ്രൈം മലനാട്ടിൽ ഉൾപ്രദേശത്തേക്ക് പോകുന്നു. ഞാൻ എവിടുത്തുകാരനാകുന്നു. ഞാൻ യഹൂദയിലെ ബെത്ലഹേമിലോളം പോയിരുന്നു. അപ്പോൾ യഹോവയുടെ ആലയത്തിലേക്ക് പോവുകയായിരുന്നു. എന്നെ വീട്ടിൽ കൈക്കൊള്ളുവാൻ ഇവിടെ ആരുമില്ല. ഞങ്ങളുടെ കഴുതകൾക്ക് വൈക്കോലും ദാനുമുണ്ട്. എനിക്കും നിന്റെ ദാസിക്കും അടിയങ്ങളോടുകൂടെ ബാല്യക്കാരനും അപ്പവും വീഞ്ഞും കൈവശമുണ്ട്. ഒന്നിനും കുറവില്ല എന്ന് പറഞ്ഞു. അതിനു വൃദ്ധൻ, നിനക്ക് സമാധാനം, നിനക്ക് വേണ്ടതൊക്കെയും ഞാൻ തരും. വീതിയിൽ രാപ്പാർക്ക് മാത്രമരുത് എന്ന് പറഞ്ഞു. അവനെ തൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. കഴുതകൾക്കു തീൻ കൊടുത്തു. അവരും കാലുകൾ കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അങ്ങനെ അവർ സുഖിച്ചു കൊണ്ടിരിക്കുമ്പോൾ പട്ടണത്തിലെ ചില നീചന്മാർ വീട് വളഞ്ഞു വാതിലിനു മുട്ടി. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന പുരുഷനെ പുറത്തു കൊണ്ടുവാ, ഞങ്ങൾ അവനെ ഭോഗിക്കട്ടെ എന്നു വീട്ടുടമനായ വൃദ്ധനോട് പറഞ്ഞു. വീട്ടുടമനായ പുരുഷൻ അവരുടെ അടുക്കൽ പുറത്തു ചെന്നു അവരോട്, അരുതേ, എൻ്റെ സഹോദരന്മാരെ, ഇങ്ങനെ ദോഷം ചെയ്യരുതേ. ഇയാൾ എൻ്റെ വീട്ടിൽ വന്നിരിക്കൊണ്ട് ഈ വഷളത്വം പ്രവർത്തിക്കരുതേ. ഇതാ കന്യയായ എൻ്റെ മകളും ഇയാളുടെ വെപ്പാട്ടിയും ഇവിടെയുണ്ട്. അവരെ ഞാൻ പുറത്തു കൊണ്ടുവരാം. അവരെ അടുത്ത് നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്യുവിൻ. ഇയാളുടെയോ ഈ വക വഷളത്വം പ്രവർത്തിക്കരുതേ എന്ന് പറഞ്ഞു. എന്നാൽ അവർ അവനെ കൂട്ടാക്കിയില്ല. ആകയാൽ ആ പുരുഷൻ തൻ്റെ വെപ്പാട്ടിയെ പിടിച്ചു അവളെ അവളുടെ അടുക്കൽ പുറത്താക്കിക്കൊണ്ടു.
അവർ അവളെ പുണർന്നു. രാത്രി മുഴുവനും പ്രഭാതം വരെ അവളെ ബലാത്കാരം ചെയ്തു. നേരം വെളുപ്പാറായപ്പോൾ അവളെ വിട്ടുപോയി. പ്രഭാതത്തിങ്കൽ സ്ത്രീ വന്നു തൻ്റെ യജമാനൻ പാർത്ത ആ പുരുഷന്റെ വീട്ടുവാതിൽക്കൽ വീണു കിടന്നു. അവളുടെ യജമാൻ രാവിലെ എഴുന്നേറ്റ് വീടിന്റെ വാതിൽ തുറന്നു തൻ്റെ വഴിക്ക് പോകുവാൻ പുറത്തിറങ്ങിയപ്പോൾ ഇതാ അവൻ്റെ വെപ്പാട്ടി വീട്ടുവാതിൽക്കൽ കൈയുരമേലായി വീണു കിടക്കുന്നു. അവൻ അവളോട് എഴുന്നേൽക്കാൻ നാം പോക എന്ന് പറഞ്ഞു. അവിടെ അതിനു മറുപടി ഉണ്ടായില്ല. അവൻ അവളെ കഴുതപ്പുറത്ത് വെച്ചു പുറപ്പെട്ടു തൻ്റെ സ്ഥലത്തേക്ക് പോയി. വീട്ടിലെത്തിയ ശേഷം ഒരു കത്തിയെടുത്തു അങ്ങുമായി തൻ്റെ വെപ്പാട്ടിയെ 12 കഷ്ണമായി വിഭാഗിച്ചു ഇസ്രായേലിലെ സകല ദിക്കുകളിലും കൊടുത്തയച്ചു. അത് കണ്ടവരെല്ലാവരും ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുന്ന നാൾ മുതൽ ഇന്നുവരെയും ഇങ്ങനെയുള്ള പ്രവൃത്തി നടന്നിട്ടില്ല, കണ്ടിട്ടുമില്ല. അതിനെപ്പറ്റി ചിന്തിച്ചു ആലോചിച്ചു അഭിപ്രായം പറവിൻ എന്ന് പറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോ.